Good morning, my dears. Today our topic material requirement planning, that is also called as MRP. Then operations management third chapter aggregate planning next topic is material requirement planning. Material requirement planning is also called as MRP, material requirement planning. That is MRP. What is meant by material requirement planning? Material requirement planning is a technique for determining when to orders for materials and how to reschedule orders to adjust with the changing needs and requirement. That is, material requirement planning is a technique for determining when to order for materials. അതായത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിൽ എപ്പോഴാണ് നമ്മൾ മെറ്റീരിയൽസ് റിക്വയർ ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് വെൻ ടു ഓർഡർ ഫോർ ദി മെറ്റീരിയൽസ് ആൻഡ് ഹൗ ടു റീഷെഡ്യൂൾ ഓർഡേഴ്സ്. അതായത് നമ്മുടെ ഓർഡേഴ്സ് എപ്പോഴൊക്കെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ട് വരിക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയാം. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് എ technique for determining when to order for materials and how to reschedule orders to adjust with changing needs and requirements. അതായത് മാറി വരുന്ന സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്ക് എപ്പോഴാണ് നമുക്ക് ഓർഡർ കൊടുക്കേണ്ടി വരിക, റോ മെറ്റീരിയൽസ് എപ്പോഴാണ് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരിക, അതുപോലെ തന്നെ അതിൻ്റെ റീഷെഡ്യൂൾ എന്നായിരിക്കും എന്നൊക്കെ തീരുമാനിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയാം. Then many manufacturing companies have adopted computerized system to control the flow of resources and inventory. Then ഒരു മിക്ക മാനുഫാക്ചറിങ് യൂണിറ്റുകളിലും നമ്മൾ സാധാരണ അഡോപ്റ്റ് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആയിരിക്കും. കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് റിസോഴ്സസ് ആൻഡ് ഇൻവെൻറ്ററി. എത്രമാത്രം റിസോഴ്സസിൻ്റെ ഫ്ലോ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഇൻവെൻറ്ററീസ് എത്രമാത്രം വരേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് എ വൺ സച്ച് സിസ്റ്റം. MRP സ്റ്റാൻഡ്സ് ഫോർ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. MRP is a system for determining the materials and components needed to manufacture a product. That is, MRP is a system for determining. MRP എന്ന് പറയുന്ന പ്രൈസ് അല്ല ഉദ്ദേശിക്കുന്നത്, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. ദാറ്റ് ഈസ് ഉദ്ദേശിക്കുന്നത് വെൻ ടു ഓർഡർ ഫോർ മെറ്റീരിയൽ, എപ്പോഴാണ് നമ്മൾ മെറ്റീരിയൽസിന് ഓർഡർ കൊടുക്കേണ്ടത്. അതായത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്, ദാറ്റ് ഈസ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് planning is a system for determining the materials and components needed to manufacturing a product. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്രമാത്രം മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നും അതുപോലെ തന്നെ എന്തൊക്കെ കമ്പോണൻസ് ആവശ്യമുണ്ടെന്നും വ്യക്തമാക്കുന്ന ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് എ സിസ്റ്റം ഫോർ ഡിറ്റർമിനിങ് ദ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻസ് നീഡഡ് ടു മാനുഫാക്ചർ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്താണെന്നും അതിൻ്റെ കമ്പോണൻസ് എന്താണെന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. This system is usually utilized in manufacturing concerns. സാധാരണ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളിലാണ് ഏതിൻ്റെ ആവശ്യം വരുന്നത്, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവുന്നത്. കാരണം അത്തരം ഇൻഡസ്ട്രികളിലും മാനുഫാക്ചറിങ് യൂണിറ്റുകളിലൊക്കെയാണ് മെറ്റീരിയൽസിൻ്റെ ആവശ്യമുള്ളത്. പ്രൊഡക്റ്റീവ് സെക്ടേഴ്സിലാണ് മെറ്റീരിയൽ റിസോഴ്സസിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ അത്തരം കമ്പനികളിൽ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് എ സിസ്റ്റം. ഇതൊരു പർട്ടിക്കുലർ സിസ്റ്റം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നൊരു സിസ്റ്റമാണത്. സിസ്റ്റം ഫോർ ഡിറ്റർമിനിങ്, എന്ത് തീരുമാനിക്കാനുള്ളതാ, ഫോർ ഡിറ്റർമിനിങ് ദറ്റ് ഈസ് ഡിറ്റർമിനിങ് ദ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻസ്, മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻസ് needed to manufacture a product.
അപ്പോൾ എന്താ MRP എന്ന് പറയുമ്പോൾ എന്താണ്? മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് എ സിസ്റ്റം ഫോർ ഡിറ്റർമിനിങ് ദ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻറ്റ്സ് നീഡഡ് ടു മാനുഫാക്ചർ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നും ഏതൊക്കെ കമ്പോണൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നും തീരുമാനിക്കുന്ന ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയാം. ദെൻ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. Material requirement planning is a material planning methodology developed in the 1970s, making use of computer technology. Computer technologyയുടെ സഹായത്തോടു കൂടി ആവിർഭവിച്ചിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള വൺ ഓഫ് ദി മെത്തഡോളജിയാണ് ഇത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. Manufacturing can be a complex process that requires specific planning. Material requirement planning is an inventory system that is computer based and used to manage the manufacturing process. It is designed to assist in the scheduling and filling orders for raw materials that are manufactured into finished product. Then ഇവിടെ material requirement planning is an inventory system. ഒന്നുകൂടെ പറയുന്നുണ്ട്, it is a system എന്ന് പറയുന്നത് material requirement planning is a inventory system designed to assist in the scheduling and filling of orders. അതായത് നമുക്ക് പ്രൊഡക്ഷൻ ഷെഡ്യൂള്, മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളൊക്കെ MPS ഒക്കെ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുന്നതിനെ സഹായിക്കുകയും ഫില്ലിംഗ് ഓഫ് ഓർഡേഴ്സ് ഫോർ റോ മെറ്റീരിയൽസ് ദാറ്റ് ആർ മാനുഫാക്ചേർഡ് ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റാക്കി മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോസസ്സുകളൊക്കെ ദെൻ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രമാത്രം റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്നതിനൊക്കെ ഫില്ല് ചെയ്യുന്നതിന് ഇത് ആവശ്യമാണ്. ഇറ്റ് ഈസ് ഡിസൈൻ ടു അസിസ്റ്റ് ഇൻ ദ ഷെഡ്യൂളിംഗ് ആൻഡ് ഫില്ലിംഗ് ഓഫ് ഓർഡേഴ്സ് ഫോർ റോ മെറ്റീരിയൽസ് ദാറ്റ് ആർ manufactured into finished product. Then next one is material requirement planning. Material requirement planning consists of 3 primary stages: taking inventory of the material and components on hand, identifying which additional ones are needed, and then scheduling their production or purchase. It is a computer based inventory management system designed to improve productivity of businesses. Companies use material requirement planning system to estimate quantities of raw materials and schedule their deliveries. കമ്പനീസ് യൂസ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. കമ്പനീസ് സാധാരണ രീതിയിൽ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് നടത്താറുണ്ട് ടു എസ്റ്റിമേറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഷെഡ്യൂൾ ദെയർ ഡെലിവറീസ്. അപ്പോൾ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് കൺസിസ്റ്റ് ഓഫ് 3 പ്രൈമറി സ്റ്റേജസ്. അതായത് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ എത്രമാത്രം റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്ന് കണക്കാക്കുകയും അത് ഏതിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സഹായത്തോടു കൂടിയിട്ട് അത് ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്നു ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ബിസിനസ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്. കമ്പനീസ് യൂസ് റിക്വയർമെൻറ്റ് പ്ലാനിങ് സിസ്റ്റം ടു എസ്റ്റിമേറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഷെഡ്യൂൾ ദെയർ ഡെലിവറി. അതായത് കമ്പനികൾ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ സഹായത്തോടുകൂടി എസ്റ്റിമേറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് റോ മെറ്റീരിയൽ എത്രമാത്രം ക്വാണ്ടിറ്റീസ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും ദെൻ ഷെഡ്യൂൾ ദെയർ ഡെലിവറീസ് അതിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്ന ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് യൂണിറ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, ഒരു സിസ്റ്റമാണ് ഇത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് എ ഇൻവെൻറ്ററി സിസ്റ്റം. അത് ഒരു ഇൻവെൻറ്ററി സിസ്റ്റമാണ്. ഇൻവെൻറ്ററി സിസ്റ്റം ഫോർ ഡിറ്റർമിനിങ് ദ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻറ്റ്സ് നീഡഡ് ടു മാനുഫാക്ചർ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഏതൊക്കെ തരത്തിലുള്ള റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്ന് വ്യക്തമാക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യുകയും അത് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന, ഓർഡർ കൊടുക്കുകയും ചെയ്യുന്ന വൺ ഓഫ് ദി പർട്ടിക്കുലർ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഇത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. ക്ലിയർ ആയല്ലോ? ദെൻ ലാസ്റ്റ് സിമ്പിൾ വേർഡ്സിലെ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്താണെന്ന് പറയുന്നുണ്ട്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് എ ടെക്നിക് ഫോർ ഡിറ്റർമിനിങ് വെൻ ടു ഓർഡർ ഫോർ മെറ്റീരിയൽസ് ആൻഡ് ഹൗ ടു റീഷെഡ്യൂൾ ഓർഡേഴ്സ് ടു അഡ്ജസ്റ്റ് വിത്ത് ചേഞ്ചിങ് നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്. അവിടെ എന്താ പറയുന്നത്? In simple words, material requirement planning is a technique for determining when to order for materials and how to reschedule orders to adjust with the changing needs and requirements. Then next one is history of MRP. എന്താണ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് എന്താണെന്ന് നോക്കാം.
The root for MRP have been around since the early 1950. MRP is the one of the predecessor of enterprise resource planning, the computer software system that widely used to link a company's entire infrastructure together. അതായത് ERP എന്ന് പറയുമ്പോൾ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിന് മുൻപ് തന്നെ ആവിഷ്കരിച്ചിട്ടുള്ള വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. Material requirement planning was especially popular during the 1980s. 1980 കാലഘട്ടത്തിൽ നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത് MRP. Manufacturers needed better resources to manage their process and inventory requirement. Manufacturing managers realized that computers could keep track of inventory quicker and with more accurate results. MRP proved successful. It was eventually used to include information feedback loops so that managers could modify the input in the system of better production result. തീർച്ചയായിട്ടും MRPയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും ആ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യാനുണ്ടായത്. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് MRP. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ എയിം എന്താണ്? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? ഒബ്ജക്റ്റീവ്സ് ഓഫ് MRP, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് റിഡക്ഷൻ ഇൻ ഇൻവെൻ്ററി കോസ്റ്റ്. ഫസ്റ്റ് പോയിൻ്റ് ഈസ് നിങ്ങൾക്കറിയാം ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് MRP ഈസ് ടു മാനേജ് ഇൻവെൻ്ററി. MRPയുടെ മെയിൻ എയിം എന്താണ്? ടു മാനേജ് ഇൻവെൻ്ററിയെ സ്റ്റോക്കിനെ മാനേജ് ചെയ്യുക എന്നുള്ള എയിമാണ് ഇതിനുള്ളത്. MRP മാനേജ്മെൻറ്റ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് ടു മാനേജ് ഇൻവെൻ്ററി. ദർ ആർ റോ മെറ്റീരിയൽസ് ആൻഡ് അൺഫിനിഷ്ഡ് ഗുഡ്സ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഇവിടെ ഈ ഇൻവെൻ്ററി എന്ന് പറയുമ്പോൾ ആ ഇൻവെൻ്ററിയിൽ എന്തൊക്കെ ഉൾപ്പെടാം? റോ മെറ്റീരിയൽസ് ഉൾപ്പെടാം. അതേപോലെ തന്നെ അൺഫിനിഷ്ഡ് പ്രോഡക്റ്റ്, സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ഒക്കെ പലപ്പോഴും ഫിനിഷ്ഡ് പ്രോഡക്ട്സിൻ്റെ റോ ഫാക്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ലാത്ത എല്ലാം, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റോ ഫാക്ട്സുകളോ സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളെ എല്ലാം നമ്മൾ ഒരൊറ്റ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദാറ്റ് ഈസ് inventory, that is raw materials must be kept in inventory stock, that is these are raw materials and unfinished goods used in manufacturing process. Raw materials must be kept as a inventory stock. As they are used, stock must be replaced through reordering. MRP has several objectives. Then അങ്ങനെ നമ്മൾ ഇൻവെൻ്ററി മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഇൻവെൻ്ററി മാനേജ് ചെയ്യുന്നതിനുള്ള മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ള മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് വൺ ഈസ് റിഡക്ഷൻ ഇൻ ഇൻവെൻ്ററി കോസ്റ്റ്. ഫസ്റ്റ് വൺ ഈസ് റിഡക്ഷൻ ഇൻ ഇൻവെൻ്ററി കോസ്റ്റ്. റിഡക്ഷൻ ഇൻ inventory cost. Then main aim of MRP, main objectives of material requirement planning. First one is reduction in inventory cost. Second one is meeting delivery schedule. Third one is improved performance. And fourth one is efficiency of the production system. And fifth one is matching demand and supply. And sixth one is provide timely warnings. And seventh one is inventory control. These are the important objectives of material requirement planning. But then first point is reduction in inventory cost. എങ്ങനെയാണ് നമുക്ക് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ശരി ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഏതൊക്കെ മെറ്റീരിയൽസാണ് ആവശ്യമുണ്ട്, അതെപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇൻവെൻ്ററി കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാം. എപ്പോഴും നമുക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്താലാണ് പ്രോഫിറ്റബിലിറ്റി കൂടുക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് റിഡക്ഷൻ ഇൻ ഇൻവെൻ്ററി കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. വൺ ഓഫ് ദ പ്രൈമറി മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ് ഈസ് ദാറ്റ് ഇറ്റ് റിഡ്യൂസ് ഇൻവെൻ്ററി കോസ്റ്റ്. അതെന്ത് കുറയ്ക്കുന്നു? ഇൻവെൻ്ററി കോസ്റ്റ് കുറച്ചു കൊണ്ടുവരുന്നു. These are the raw materials and unfinished goods inventory. It accurately determines the required materials for every product.
ഇറ്റ് ആക്യുറേറ്റ്ലി ഡിറ്റർമിൻസ്, ശരിയായിട്ടുള്ള രീതിയിൽ അത് ഡിറ്റർമിൻ ചെയ്യുന്നു. ഇറ്റ് ആക്യുറേറ്റ്ലി ഡിറ്റർമിൻസ് ദ റിക്വയർഡ് മെറ്റീരിയൽസ് ഫോർ എവരി പ്രോഡക്റ്റ്, എത്രമാത്രം മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ടെന്ന് കണക്കാക്കാനായിട്ട് സഹായിക്കുന്നു. ആസ് എ റിസൾട്ട് ഇറ്റ് ഹെൽപ്സ് ദ കമ്പനി procure materials as and when needed and avoids excessive build-up. It helps the companies procure materials, ഇത് മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതിനും ആൻഡ് വെൻ നീഡഡ് ആൻഡ് അവോയ്ഡ് എക്സസീവ് ബിൽഡപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ബൈ പ്രൊവൈഡിങ് ദ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ അറ്റ് റൈറ്റ് ടൈം ടു മീറ്റ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ. ദെൻ എങ്ങനെയാണ് നമുക്കത് സാധ്യമാവുന്നത്? ബൈ പ്രൊവൈഡിങ് റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ശരിയായിട്ടുള്ള റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ അറ്റ് എ റൈറ്റ് ടൈം, right time of raw materials at the right time to meet master production schedule. MRP tries to avoid the cost excessive inventory. MRP എന്തിനെ സഹായിക്കുന്നു? MRP tries to avoid the cost excessive inventory. ദെൻ അവിടെ ഇൻവെൻട്രിയിൽ ഉണ്ടായിരിക്കുന്ന കോസ്റ്റ് എക്സസീവിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ്, റിഡക്ഷൻ ഇൻ ഇൻവെൻറ്ററി കോസ്റ്റ്. ഫസ്റ്റ് പോയിന്റ് എന്താ? റിഡക്ഷൻ ഇൻ ഇൻവെൻറ്ററി കോസ്റ്റ്. മീറ്റിംഗ് ഡെലിവറി ഷെഡ്യൂൾ. സെക്കൻഡ് പോയിന്റ്, മീറ്റിംഗ് സെക്കൻഡ് പോയിന്റിൽ മീറ്റിംഗ് ഡെലിവറി ഷെഡ്യൂൾ എന്ന് പറയുന്നുണ്ട്. അതായത് ഡെലിവറി ഷെഡ്യൂൾസ് മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുക എന്ന് പറയുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? ശരിക്കും കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇറ്റ് ഹെൽപ്സ് ടു മീറ്റ് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങിലുള്ള പ്രൊഡക്ഷൻ നമുക്ക് പ്രോപ്പർ സപ്ലൈ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കണം. ഈ പ്രോപ്പർ സപ്ലൈ നമുക്ക് എങ്ങനെയാണ് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുക? പ്രോപ്പർ ടൈമിലുള്ള പ്രൊഡക്ഷനും അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റിയുമാണ് നമുക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുക. അപ്പോൾ ശരിയായിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ പ്രൊഡക്ഷനിൽ യാതൊരു ബ്ലോക്കും ഇല്ലാതെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയും പ്രൊഡക്ഷൻ സപ്ലൈ ഉറപ്പുവരുത്താനും സഹായിക്കുന്നു. ദെൻ അവിടെ ആഡിക്വേറ്റ് സപ്ലൈ, ഇറ്റ് ഹെൽപ്സ് ടു മീറ്റ് ആഡിക്വേറ്റ് ഡിമാൻഡ്. കണ്ടോ, ആഡിക്വേറ്റ് ആയിട്ടുള്ള സപ്ലൈ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അവിടെ മീറ്റിംഗ് ഡെലിവറി ഷെഡ്യൂളിലെ ബൈ മിനിമൈസിങ് ദ ഡിലേസ് ഇൻ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ്, പ്രൊഡക്ഷൻ ഡിസിഷൻ മേക്കിംഗ്, MRP helps avoid delays in production, thereby meeting delivery schedules more consistently. MRP enables the firm to give realistic delivery date to the customers. Therefore, even the slightest delay can be replied to the customer and effective measures can be taken. So first, reduction in inventory cost. Then second one is meeting delivery schedule. And third one is improved performance. Third point is improved performance. എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. Improved performance by streamlining the production operations and minimizing the unplanned interruptions. MRP focus on having all components available at the right place at the right time at the right quantity. Improved performance, overall performance improve ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്ന് പറയുന്നതാണ്. Then by streamlining the production operations and minimizing the unplanned interruptions, MRP focuses on having all components available at right place in right quantity at right time. Then അപ്പോൾ ഫസ്റ്റ് പോയിന്റ് റിഡക്ഷൻ ഇൻ ഇൻവെൻറ്ററി കോസ്റ്റ്, സെക്കൻഡ് വൺ ഈസ് മീറ്റിംഗ് ഡെലിവറി ഷെഡ്യൂൾ, ആൻഡ് തേർഡ് വൺ ഈസ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അത് പ്രൊഡക്ഷൻ പെർഫോമൻസ് കൂട്ടാനായിട്ട് സാധിക്കുന്നു. മിനിമം കോസ്റ്റിലെ മാക്സിമം പ്രൊഡക്ഷൻ സാധ്യമാണ്, അതാണ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് എഫിഷ്യൻസി ഓഫ് ദ പ്രൊഡക്ഷൻ സിസ്റ്റം. Efficiency of production system. Then one of the best material requirements planning objectives is that
It improves coordination among the employees. It helps in achieving an uninterrupted flow of inventory through the production line. MRP strategically enhances the efficiency of the production system. അവിടെ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് MRP ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്, ശരിയായിട്ടുള്ള മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിലൂടെ വൺ ഓഫ് ദ ബെസ്റ്റ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഒബ്ജക്റ്റീവ് ഈസ് ദാറ്റ് ഇറ്റ് ഇംപ്രൂവ്സ് കോർഡിനേഷൻ എമംഗ് ദ എംപ്ലോയീസ്. അത് എംപ്ലോയീസ് മുതലുള്ള ഒരു കോർഡിനേഷൻ കൂട്ടാനായിട്ട് സഹായിക്കുകയും ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ആൻ അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് ഇൻവെൻറ്ററി. അതായത് അങ്ങനെ MRPയിലൂടെ ഇറ്റ് എൻഷുർ ദ uninterrupted flow of inventory, ഒരു തടസ്സമില്ലാതെ ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്താനായിട്ട് സഹായിക്കുകയും ത്രൂ ദ പ്രൊഡക്ഷൻ ലൈൻ. MRP സ്ട്രാറ്റജിക്കലി എൻഹാൻസസ്, ശരിക്കും മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്, അതായത് MRP സ്ട്രാറ്റജിക്കലി എൻഹാൻസസ് ദ എഫിഷ്യൻസി ഓഫ് ദ പ്രൊഡക്ഷൻ സിസ്റ്റം. ഇത് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിയെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്താണ് പറയുന്നത്? ഫസ്റ്റ് വൺ ഈസ് റിഡ്യൂസ് ഇൻവെൻറ്ററി കോസ്റ്റ്, മീറ്റിംഗ് ഡെലിവറി ഷെഡ്യൂൾ, അതായത് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ മീറ്റിംഗ് ദ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. തേർഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ്ഡ് പെർഫോമൻസ്, എന്ത് പെർഫോമൻസ്, ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. എഫിഷ്യൻസി ഓഫ് ദ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഫിഫ്ത്ത് പോയിൻ്റ് ഈസ് മാച്ചിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഗ്യാരണ്ടീസ് ദാറ്റ് ദ ഇൻവെൻറ്ററി ലെവൽസ് ഈസ് ഇറ്റ്സ് ഒപ്റ്റിമം ലെവൽസ്. ഇറ്റ് ഓൾസോ എൻഷുവേഴ്സ് ദാറ്റ് ദ മെറ്റീരിയൽ ആൻഡ് പ്രോഡക്റ്റ് ഈസ് റെഡി ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ദെയർ ബൈ മാച്ചിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അവിടെ എന്താ പറയുക? മാച്ചിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഡിമാൻഡും സപ്ലൈയും ഈക്വലൈസ് ചെയ്യാനായിട്ട്. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ എന്ത് പറയുന്നുണ്ട്? മീറ്റിംഗ് ഡെലിവറി ഷെഡ്യൂൾ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ മാച്ചിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഡിമാൻഡും സപ്ലൈയും മാച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയാം. ദെൻ ഫിഫ്ത്ത് പോയിൻ്റ്, മാച്ചിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. മാച്ചിങ് demand and supply. Sixth point is provides timely warning. Provides timely warning. ശരിയായിട്ടുള്ള സമയത്ത് വാൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. Provides timely warning. And seventh point is inventory control. Control. ഇതാണ് 7 പോയിൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് MRP എന്ന് പറയുന്നതിൽ ഫസ്റ്റ് വൺ ഈസ് റിഡക്ഷൻ ഇൻ ഇൻവെൻറ്ററി കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് പ്ലാനിങ്ങിലൂടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇൻവെൻറ്ററി മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ റിഡക്ഷൻ ഇൻ ഇൻവെൻറ്ററി കോസ്റ്റ്. ദെൻ സെക്കൻഡ് വൺ ഈസ് മീറ്റിംഗ് ഡെലിവറി ഷെഡ്യൂൾ, പ്രോപ്പർ ടൈമിൽ. ദെൻ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് ഹെൽപ്ഫുൾ ഫോർ to ensure the availability of product at the on time, കറക്റ്റ് ടൈമിൽ ഡെലിവറി ഉറപ്പുവരുത്താനായിട്ട് സഹായിക്കുന്നു. ദെൻ തേർഡ് പോയിൻ്റ് ഈസ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഓവറോൾ പെർഫോമൻസിനെ സഹായിക്കുന്നു. ദെൻ ഫോർത്ത് വൺ ഈസ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു. ഫിഫ്ത്ത് പോയിൻ്റ് ഈസ് മെറ്റീരിയൽ ദറ്റ് ഈസ് മീറ്റിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ദറ്റ് ഈസ് ഇവിടെ മാച്ചിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഡിമാൻഡും സപ്ലൈയും ഈക്വലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സിക്സ്ത് പോയിൻ്റ് ഈസ് പ്രൊവൈഡ്സ് ടൈംലി വാർണിംഗ്. ശരിയായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അതാത് സമയത്ത് തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ പ്രൊവൈഡ്സ് ടൈംലി വാർണിംഗ്. ദെൻ സെവൻത്ത് വൺ ഈസ് ഇൻവെൻറ്ററി കൺട്രോൾ. ഇൻവെൻറ്ററി കൺട്രോളിൽ എന്താ പറയുന്നത്? ഇൻവെൻറ്ററി മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, എലമെൻറ്റ്സ് ഓഫ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്, ദറ്റ് ഈസ് MRPയുടെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദെൻ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് കാൽക്കുലേറ്റ് ലേബർ ഷെഡ്യൂൾസ് ആൻഡ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് ഫോർ പ്രൊഡക്ഷൻ ഇൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്. MRP സിസ്റ്റം മേക്ക് യൂസ് ഓഫ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ അബൌട്ട് മാനുഫാക്ചറിങ്
മാനുഫാക്ചറിങ് നീഡ്സ്, കൺസ്യൂമർ ഡിമാൻഡ്സ് ആൻഡ് ഇൻവെൻ്ററി ലെവൽസ്. നെക്സ്റ്റ് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. എലമെൻറ്റ്സ് ഓഫ് MRP, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഏതാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് കാൽക്കുലേറ്റ് ലേബർ ഷെഡ്യൂൾസ് ആൻഡ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് ഫോർ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്. അതായത് പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിന് ആവശ്യമായിട്ടുള്ള എത്രമാത്രം മെറ്റീരിയൽസ് ആവശ്യമുണ്ടായിരിക്കും, അതേപോലെ തന്നെ ലേബർ ഷെഡ്യൂൾസ്, എത്ര ലേബേഴ്സ് ഏതൊക്കെ സമയത്ത് വർക്ക് ചെയ്താലാണ് അത് കംപ്ലീറ്റ് ആവുക എന്നുള്ളതിൻ്റെ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് കാൽക്കുലേറ്റ് ലേബർ ഷെഡ്യൂൾസ് ആൻഡ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് ഫോർ പ്രൊഡക്ഷൻ ഇൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്. MRP systems make use of updated information about manufacturing needs. MRP system എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? MRP systems make use of updated information about manufacturing needs. ദെൻ 3 പോയിൻറ്റ്സ് ആണ് അതിൽ MRP ആവശ്യമായിട്ടുണ്ടെന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുന്നത് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിയും അതേപോലെ തന്നെ ലേബേഴ്സിൻ്റെ ടൈം ഷെഡ്യൂളും പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. MRP സിസ്റ്റം മേക്ക് യൂസ് ഓഫ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ അബൌട്ട് മാനുഫാക്ചറിങ് നീഡ്സ്. തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഇൻഫർമേഷൻസ് MRP ആവശ്യമുണ്ട്. MRP സിസ്റ്റം മേക്ക് യൂസ് ഓഫ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസ് റിലേറ്റിംഗ് ടു മാനുഫാക്ചറിങ് നീഡ്സ്. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടും അതേപോലെ തന്നെ കൺസ്യൂമർ ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇൻവെൻ്ററി ലെവൽസും. അപ്പോൾ 3 പോയിൻറ്റ്സാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് ആൻഡ് ദെൻ കസ്റ്റമർ നീഡ്സ് ഓർ കൺസ്യൂമർ ഡിമാൻഡ്. അപ്പോൾ 3 പോയിൻ്റ് എന്താ? പ്രൊഡക്ഷൻ പ്രോസസ്സ്, കൺസ്യൂമർ ഡിമാൻഡ്. 3 പോയിൻറ്റ്സ് അവിടെ. ഈ 3 പോയിൻറ്റ്സിൻ്റെയും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മളവിടെ എന്ത് പറയുന്നത്? ദറ്റ് ഈസ് 3 പോയിൻറ്റ്സിൽ ഇവിടെ കൺസ്യൂമർ നീഡ്സ് വരാം. കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്, കൺസ്യൂമേഴ്സ് ഡിമാൻഡ് എന്ന് പറയാം, കൺസ്യൂമേഴ്സ് ഡിമാൻഡ്. ദെൻ ഇവിടെ പറയുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സ്, മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ പ്രോസസ്സ്, മാനുഫാക്ചറിങ് പ്രോസസ്സ്. 3 പോയിൻറ്റിൽ ഒന്ന് മാനുഫാക്ചറിങ് പ്രോസസ്സ്, കൺസ്യൂമർ നീഡ്സ്. പിന്നെ പറയുന്നത് മറ്റൊന്ന് ദാറ്റ് ഈസ് മാനുഫാക്ചറിങ് നീഡ്സ്, കൺസ്യൂമർ ഡിമാൻഡ് ആൻഡ് ഇൻവെൻ്ററി ലെവൽസ്. ദെൻ MRP എല്ലായ്പ്പോഴും MRPക്ക് ഈ 3 ഇൻഫർമേഷൻസും ആവശ്യമാണ്. എലമെൻറ്റ്സ് ഓഫ് MRP അവിടെ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 3 പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? മാനുഫാക്ചറിങ് പ്രോസസ്സ്, കൺസ്യൂമർ ഡിമാൻഡ് ആൻഡ് ഇൻവെൻ്ററി ലെവൽസ്. ഇതിനെ 3നും ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക? ദെൻ MRPക്ക് എപ്പോഴും അവരുടെ ഇൻഫർമേഷൻസ്, MRP സിസ്റ്റത്തിന് അത് ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ ദ 3 എലമെൻറ്റ്സ് ഓഫ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ഇതിനാവശ്യമായിട്ടുള്ള എലമെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വാട്ട് ആർ ദി എലമെൻറ്റ്സ് ഓഫ് MRP? ഫസ്റ്റ് വൺ ഈസ് MRP ഇൻഫർമേഷൻ സോഴ്സസ്. എലമെൻറ്റ്സിലെ MRP ഇൻഫർമേഷൻ സോഴ്സസ്. MRP information sources. MRP information sourcesലെ MRP system use for important pieces of information to determine what exactly needed and ordered. എന്താണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ആവശ്യമുള്ളതും എന്താണ് ഓർഡർ ചെയ്യേണ്ടതും അതാണ് MRP information sourcesലെ. MRP system use for important pieces of information to determine what exactly needed to be ordered. These information sources include production schedule, material specs, production cycle times and supplier lead time. ഇതിൽ 4 സോഴ്സ് എന്നുള്ള ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട്. ഒന്ന് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് മെറ്റീരിയൽ സ്പെക്സ്, പ്രൊഡക്ഷൻ സൈക്കിൾ, സപ്ലയർ ടൈം. അപ്പോൾ ഏതൊക്കെയാണ് പോയിന്റ്?
production schedule, material specs, production cycle and supplier time. Then ഈ അപ്പോൾ എന്തൊക്കെയാണതെന്ന് നോക്കാം നമുക്ക്. പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ഡിസ്ക്രൈബ് in detail when each product should be manufactured. This information is used to adjust production machines and process flows. Material specs list. അപ്പോൾ ശരിക്കും പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇൻഫർമേഷൻ ഈസ് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് പ്രൊഡക്ഷൻ മെഷീൻ. പ്രൊഡക്ഷൻ്റെ മെഷീനുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്. മെറ്റീരിയൽ സ്പെക്സ് ലിസ്റ്റ് ദ പാർട്ട് ദ മെറ്റീരിയൽസ് ദാറ്റ് ആർ റിക്വയർഡ് ടു മേക്ക് ഈച്ച് പ്രോഡക്റ്റ്. Production cycle times establishes standard time frames in correlation with the target material needs at each manufacturing stage. The supplier lead time indicate procurement and logistical time frames. ഈ 4 പോയിൻറ്റ്സുകൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ MRP മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള ചില എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് MRP ഇൻഫർമേഷൻ സോഴ്സസ്. ശരിയായിട്ടുള്ള ഇൻഫർമേഷൻസ് ആവശ്യമാണ്. ആ ഇൻഫർമേഷൻ സോഴ്സസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, മെറ്റീരിയൽ സ്പെക്സ്, മെറ്റീരിയൽ കാൽക്കുലേഷൻ, പ്രൊഡക്ഷൻ സൈക്കിൾ ആൻഡ് സപ്ലയർ ലീഡിങ് ടൈം. ദെൻ സെക്കൻഡ് പോയിന്റിൽ പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് കേസ് സ്റ്റഡീസാണ്. കേസ് സ്റ്റഡീസിൽ ഉദ്ദേശിക്കുന്ന പോയിന്റ്സ് ഏതാണെന്ന് നോക്കാം. കേസ് സ്റ്റഡീസ് മെജോറിറ്റി ഓഫ് ബിസിനസ് വിൽ കണ്ടക്ട് റിസർച്ച്. ഭൂരിഭാഗവും എല്ലാ ബിസിനസ് ഫേമിലും റിസർച്ച് സ്റ്റഡീസ് നടത്താറുണ്ട് ഓർ കേസ് സ്റ്റഡീസ് നടത്താറുണ്ട്. മെജോറിറ്റി ഓഫ് ബിസിനസ് വിൽ കണ്ടക്ട് റിസർച്ച്, കളക്ട് ബിസിനസ് ഇൻഫർമേഷൻ ആൻഡ് ടേക്ക് ഫീഡ്ബാക്ക് ഫ്രം കമ്പനീസ് വിത്ത് സിമിലർ MRP സിസ്റ്റം ഇൻ ദെയർ ഇൻഡസ്ട്രി. The best results are always achieved when executives and top management set the necessary condition and provide the right resources to guide organizations' actions. അപ്പോൾ ഫസ്റ്റ് അവിടെ പറയുന്നത് ഏതൊക്കെയാണ്? ദെൻ അവിടെ മെജോറിറ്റി ബിസിനസ് വിൽ കണ്ടക്ട് റിസർച്ചുകൾ നടത്തും. എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള റിസർച്ചുകളാണ് നടക്കുന്നത്? ദാറ്റ് ഈസ് ദ ബെസ്റ്റ് റിസൾട്ട് ആർ ഓൾവേസ് അച്ചീവ്ഡ് വെൻ എക്സിക്യൂട്ടീവ്സ് ആൻഡ് ടോപ്പ് മാനേജ്മെൻറ്റ് സെറ്റ് ദ നെസസറി കണ്ടീഷൻസ് ആൻഡ് പ്രൊവൈഡ് റൈറ്റ് സോഴ്സസ് ടു ഗൈഡ് ഓർഗനൈസേഷണൽ ആക്ഷൻസ്. അതായത് മിക്ക റിസർച്ച് സ്റ്റഡീസിൻ്റെയും ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അപ്ലൈ ചെയ്യാനായിട്ടത് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ തേർഡ് പോയിന്റ് ഈസ് അൺഅവോയ്ഡബിൾ പ്രോബ്ലംസ്. തേർഡ് വൺ ഈസ് unavoidable problems. അതാണ് തേർഡ് പോയിന്റ്, അൺഅവോയ്ഡബിൾ പ്രോബ്ലംസ്. Then technical and operation issues must be addressed through training, support and information sharing. The production schedule and material specs determine what material should be ordered. So they should be mastered before moving on to the following 2 parts. അവിടെ അൺഅവോയ്ഡബിൾ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ടെക്നിക്കൽ ഓപ്പറേഷൻസ് ഇഷ്യൂസ് മസ്റ്റ് ബി അഡ്രസ്ഡ് ത്രൂ ട്രെയിനിങ്, സപ്പോർട്ട് ആൻഡ് ഇൻഫർമേഷൻ ഷെയറിംഗ്. ദ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ മസ്റ്റ് ആൻഡ് മെറ്റീരിയൽ സ്പെക്സ് ഡിറ്റർമിൻ വാട്ട് മെറ്റീരിയൽ ഷുഡ് ബി ഓർഡേഡ്. അവിടെ ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടതെന്നും ദേ ഷുഡ് ബി മാസ്റ്റേഡ് ബിഫോർ മൂവിങ് ഓൺ ടു ദ ഫോളോയിങ് 2 parts. First, a lack of appropriate resources to adjust implement the MRP system. Second, average system implementation and staff training may cause project scope and systematic. 2 കാര്യങ്ങൾ, ഒന്ന് ലേബേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ മറ്റൊന്ന് മെറ്റീരിയലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലംസാണ് അവിടെ അൺഅവോയ്ഡബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പ്രോബ്ലംസ് കണ്ടെത്തുകയും അതിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നതാണ്. ദെൻ ഫോർത്ത് വൺ ഈസ് MRP ഒബ്ജക്റ്റീവ്സ്. MRP objectives. MRP objectivesലെ the primary objective of MRP system to get the correct materials to right place at the correct time. മെയിൻ ആയിട്ടുള്ള MRPയുടെ എയിം എന്ന് പറയുന്നത് to get the correct materials to the right place at the right time. ശരിയായിട്ടുള്ള പ്രോഡക്റ്റ് ശരിയായിട്ട് സമയത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. Most organizational objectives focus on production inventory, priorities and capacity. When it comes to inventory, MRP system help management in order to right quantity of parts at the right time. Material that are delivered in advance to manufacturing facility. MRP help management with capacity planning because they can forecast accurate and complete production activities. The last one is MRP methodology. ഫിഫ്ത്ത് പോയിന്റ് ഈസ് MRP മെത്തഡോളജി. MRPയുടെ ഒബ്ജക്റ്റും അതുപോലെ തന്നെ MRP മെത്തഡോളജിയും.
MRP methodology MRP system are still an innovative idea to many manufacturing professionals. So, effective implementation require active management involvement. Business leaders must clearly identify processes and measures to ensure proper organizational responsiveness. There are no industry standard models for implementing MRP systems because situations and organizations are different. So, there is a need for customized solutions that must contain labor, logistic, materials and scheduling variables. Most organizations conduct wide research, establish clear policies and implement and before they attempt to introduce actual MRP system. Actual methodology of MRP system should focus on material input and output through analyzing the production schedule and material specs. ഇത്രയാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത് എലമെൻറ്റ്സ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് മെറ്റീരിയൽ റിക്വയർമെൻറ്റിന് ആവശ്യമായിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് MRP ഇൻഫർമേഷൻ സോഴ്സസ്, സെക്കൻഡ് വൺ ഈസ് കേസ് സ്റ്റഡീസ്, തേർഡ് വൺ ഈസ് unavoidable problems, then fourth one is MRP objectives, then MRP objectives and MRP methodology. ഇനി നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം ഏതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കാം. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് എ സിസ്റ്റം ഫോർ ഡിറ്റർമിനിങ് ദ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻറ്റ്സ് നീഡഡ് ടു മാനുഫാക്ചർ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെയും അതുപോലെ തന്നെ ലേബേഴ്സിൻ്റെയും അവൈലബിലിറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അപ്പോൾ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്താ ഉദ്ദേശിക്കുന്നത്? ആവശ്യമായിട്ട് റോ മെറ്റീരിയൽസ് എത്രയാണെന്നും അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ലാബേഴ്സ് അതെല്ലാം എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ് ഈസ് റിഡക്ഷൻ ഇൻ ഇൻവെൻ്ററി കോസ്റ്റ്. ഇൻവെൻ്ററി കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ശരിക്കും മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് അനിവാര്യമാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് ദ ഇൻവെൻ്ററി കോസ്റ്റ്. ഇൻവെൻ്ററി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് മീറ്റിംഗ് ഡെലിവറി ഷെഡ്യൂൾ. കസ്റ്റമേഴ്സ് നീഡ്സിനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഉറപ്പ് വരുത്തിക്കൊണ്ട് പ്രൊഡക്റ്റുകളുടെ അവൈലബിലിറ്റി ഉറപ്പ് വരുത്തിക്കൊണ്ട് ശരിയായിട്ടുള്ള രീതിയിൽ കസ്റ്റമേഴ്സ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദെൻ third one is improved performance. Improve overall performance of the organization. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് കൊണ്ട് ഇംപ്രൂവ്ഡ് പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഫോർത്ത് പോയിന്റിലെ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം. പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യുന്നു. ഫിഫ്ത്ത് വൺ ദെൻ മാച്ചിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡും സപ്ലൈയും മാച്ച് ചെയ്യപ്പെടുന്നു. സിക്സ്ത് പോയിന്റ് ഈസ് പ്രൊവൈഡ്സ് ടൈംലി വാർണിംഗ്. അതാത് സമയത്ത് ടൈംലി വാർണിങ്ങിലൂടെ നമുക്കത് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. ഇൻവെൻ്ററി കൺട്രോൾ ദെൻ അവിടെ ഇൻവെൻ്ററി മാനേജ്മെൻറ്റിനത് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയാണ് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. നെക്സ്റ്റ് എലമെൻറ്റ്സ് ഓഫ് MRP. ഇനി MRP നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുമ്പോൾ ഏതൊക്കെ ഇൻഫർമേഷൻസാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളതാണ്. എലമെൻറ്റ്സ് ഓഫ് MRPയിൽ മെയിനായിട്ട് പറയുന്നുണ്ട് കൺസ്യൂമർ ഡിമാൻഡ്, മാനുഫാക്ചേഴ്സ് പ്രൊഡക്ഷൻ, ഇൻവെൻ്ററി ലെവൽസ്. ഈ മൂന്ന് പോയിൻറ്റ്സിനെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ശരിക്കും അവരുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള പ്രൊഡക്ഷൻ അവർ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതേസമയം ഇൻവെൻ്ററി ലെവൽസ് സ്റ്റോക്ക് ലെവൽസ് മാനേജ് ചെയ്യണം. അപ്പോൾ കൺസ്യൂമർ ഡിമാൻഡ്, മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഇൻവെൻ്ററി ലെവൽസ് ഈ മൂന്ന് മേഖലയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് MRPയിൽ ഏതൊക്കെ പോയിൻറ്റ്സുകളാണ് കൺസിഡർ ചെയ്യേണ്ടി വരിക? MRP ഇൻഫർമേഷൻ സോഴ്സസ്, പല ഏരിയാസിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് അനിവാര്യമാണ്. കേസ് സ്റ്റഡീസിൻ്റെ റിസൾട്ടുകൾ ആവശ്യമാണ്. അൺഅവോയ്ഡബിൾ പ്രോബ്ലംസ്, ഒഴിവാക്കാൻ പറ്റാത്ത ചില പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസ് എങ്ങനെ വിലയിരുത്തപ്പെടണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ MRPയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണോ അത് നേടിയെടുക്കുക. MRP മെത്തഡോളജി, സ്യൂട്ടബിൾ ആയിട്ടുള്ള MRP മെത്തഡോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യാം. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മക്കളെല്ലാവരും നന്നായിട്ട് വായിച്ചു, ടെക്സ്റ്റ് ബുക്കും കൂടെ വായിച്ചു നോക്കി
ഒന്നുകൂടെ മനസ്സിരുത്തി വായിച്ച് ആൻസറൊക്കെ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.